ഈ സമരം പൊളിക്കണമെന്നാണ് മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് പൊളിയുന്നില്ല എന്ന് മാത്രമല്ല, വർദ്ധിത വീര്യത്തോടുകൂടി ആശാ വർക്കേഴ്സ് മുന്നോട്ട് പോകാൻ. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, സമരം എത്ര നീണ്ടുപോയാലും അവസാനം ആശാ വർക്കർമാരുടെ മുമ്പിൽ പിണറായിക്ക് മുട്ടുമടക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസ് പാർട്ടി ഇക്കാര്യത്തിൽ UDFും ഇക്കാര്യത്തിൽ ആശാ വർക്കർമാരുടെ കൂടെ അടിയുറച്ചു നിൽക്കുകയാണ്. അവർക്ക് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും അത് നേരിടാൻ ഞങ്ങൾ തന്നെ മുൻപന്തിയിലുണ്ടാവും. അതായത് പണ്ടുകാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെയാണോ സമരം നയിച്ചിരുന്നത്? പണം കൊടുത്തിട്ടാണ് ആളെ കൊണ്ടുവന്നിരുന്നത്. ഇന്നിപ്പോ സ്വകാര്യ വക്താക്കളുടെ ആളുകളായിട്ട് ഈ സർക്കാർ മാറിയിരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ഇനി അടുത്ത നവംബർ 25-ാം തീയതി കൂത്തുപറമ്പ് രക്തസാക്ഷിത്വം ആചരിക്കാനുള്ള വല്ല യോഗ്യത ഇവർക്കുണ്ടോ? മുഴുവൻ സ്വകാര്യ മേഖലയ്ക്കല്ലേ വിട്ടുകൊടുത്തത്. അന്ന് സ്വാശ്രയത്തിനെതിരായിട്ട് സമരം ചെയ്തിട്ടല്ലേ 5 പേരെയും പിന്നീട് പുഷ്പനെയും കൊല്ലിച്ചത്. അതിന് മാപ്പ് ചോദിക്കുകയാണ് വേണ്ടവര്. ഇന്ന് പൂർണ്ണമായിട്ടും സ്വകാര്യ വ്യക്തികൾക്ക്, സ്വകാര്യ മാനേജ്മെന്റുകൾക്ക് ഈ സർക്കാർ കീഴടങ്ങിയിരിക്കുന്നു. ഇന്ന് അവർക്ക് സമരം പുച്ഛാണ്, തെറ്റാണ്. അപ്പോൾ ഇന്നലെ വരെ കടന്നു വന്ന വഴികൾ ഇവർ മറന്നു. അധികാരത്തിന്റെ തിമിരത്തിൽ ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ച എന്താണെന്ന് ഇവരൊന്ന് ഓർക്കുന്നതല്ല, ഞങ്ങൾ അത്രേ പറയുന്നു.